ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കൂട്ടുകാരെ, സുഖമല്ലേ? അപ്പോൾ ദേ രാവിലെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കടല കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ തലേദിവസം വെള്ളത്തിലിടാൻ മറന്നു പോയിട്ട് ദേ രാവിലെ കിഴങ്ങ് കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ഗോതമ്പ് കഴുകാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇത് ദേ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവച്ചിട്ട് ബക്കറ്റിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകണം കേട്ടോ. നല്ല അഴുക്കുള്ള ഗോതമ്പല്ല, റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. ഒരു 3, 4, 5 പ്രാവശ്യം ഇതുപോലെ വെള്ളത്തിലിട്ട് കഴുകി ഊറ്റി പിന്നെയും വെള്ളമൊഴിച്ച് കഴുകി അങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ട്, പാത്രത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെയിനർ ഇല്ലേ, നമ്മൾ ഈ ചോറ് അല്ലെങ്കിൽ പച്ചരിയൊക്കെ കഴുകി ഊറ്റിയൊക്കെ വെക്കുന്ന ഒരു പാത്രമില്ല, അതിലേക്കാണ് ഞാൻ വെക്കുന്നത്. നമുക്കൊരു വലിയൊരു പാത്രമുണ്ട് ഇവിടെ. അപ്പോൾ ആ പാത്രത്തിലേക്കാണ് ഞാനിത് കഴുകി വാരി വെക്കുന്നത്. ഒരു അരമണിക്കൂറോളം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമെല്ലാം വലിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു പാ വിരിച്ചിട്ട് അതിൻ്റെ പുറത്തിട്ട് ഉണക്കണം. നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഗോതമ്പ് ഉണക്കി എടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ വെയിൽ കുറവാണെങ്കിൽ നമുക്ക് 2, 3 ദിവസമൊക്കെ ഇട്ടിട്ട് ഉണക്കി എടുക്കേണ്ടി വരും. അപ്പോൾ ഗോതമ്പ് നമുക്ക് വാങ്ങിയത് കൂടുതൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ചേ കഴുകാൻ എടുത്തുള്ളേ. അപ്പോൾ വെയിലിൻ്റെ നമുക്ക് അറിയാൻ പറ്റത്തില്ല, ചിലപ്പോൾ വെയിൽ പോയി കഴിഞ്ഞെന്ന് പൂത്തു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേ എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ദേ ഞാനതെല്ലാം ഒരു പാത്രത്തിലാക്കി ഇവിടെ ടെറസിൽ കൊണ്ടുവന്ന് വെച്ച് കേട്ടോ. ഒരു പായും വിരിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഞാനതെല്ലാം ഒന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പായിൽ നിരത്തിയിട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ചിക്കി കൊടുക്കുകയാണ്. നല്ല കട്ടി കുറഞ്ഞിട്ട് നല്ല കനയില്ലാതെ ഉണക്കാനിട്ട് കൊടുക്കണം. കനത്തിലിടരുത്, നന്നായിട്ട് ചിക്കിയിടണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ദേ കുറച്ച് മസാലക്കൂട്ട് ഇവിടെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും ഉണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് പൊടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മസാലക്കൂട്ടൊക്കെ തീർന്നിരിക്കുകയായിരുന്നു, പൊടി തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ ദേ അടുക്കളയിൽ വന്ന് അപ്പോൾ മോളെ ഞാൻ ടെറസിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. മോളവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് നീ ഒന്ന് ടെറസിലിരുന്ന് വായിച്ചാൽ മതി, അപ്പോൾ പ്രാവ് വരികയാണോ ഓടിക്കുകയും ചെയ്യാമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് ഞാൻ പോകുന്നു കേട്ടോ. ഇടയ്ക്ക് ചിക്കാൻ വേണ്ടി പോയാൽ മതിയല്ല. അങ്ങനെ വന്നിട്ട് ദേ വഴുതനങ്ങ പൊള്ളിച്ച്, പിന്നെ ഇത് കൂർക്ക മെഴുക്ക് പുരട്ടാൻ വേണ്ടിയിട്ട് കൂർക്ക വേവിച്ചിട്ട് ആ ചട്ടിയിൽ നിന്ന് കോരി മാറ്റിയിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് ഞാൻ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് കൂർക്കയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഒന്ന് മോര് ഇരിപ്പുണ്ട്, ഒരു പാക്കറ്റ് മോരും കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് കാച്ചാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ദേ നമ്മുടെ ഞാൻ അരി അടുപ്പത്തിട്ടിട്ടായിരുന്നു ഗോതമ്പ് കഴുകാൻ വേണ്ടിയിട്ടൊക്കെ പോയത് കേട്ടോ. അപ്പോൾ ദേ നോക്കിയപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചിടാൻ പോയാണ്. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ കൂർക്കയും റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ കുറേ നാൾ കൂടിയാണ് കൂർക്ക കിട്ടിയത് കേട്ടോ. എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും കൂർക്ക അങ്ങനെ അവിടെ ഉണ്ടാകാറില്ല, തീർന്നിട്ടായിരിക്കാം. അപ്പോൾ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്ക് നമുക്ക് നല്ല കുറച്ച് നാടൻ കൂർക്ക തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് മെഴുക്ക് പുരട്ടിയാക്കി എടുത്ത്, പിന്നെ മോൻ പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് കക്കയിറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനത് ക്ലീൻ ആക്കി എടുത്തിട്ട് ചട്ടിയിൽ വെച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തോരനാക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ ഞാൻ ഒതുക്കി എടുത്തിട്ടുണ്ട്. തേങ്ങ, പച്ചമുളക്, കുരുമുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, അല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്താണ്. അപ്പോൾ ഇത് നമുക്ക് വറ പൊട്ടിച്ചിട്ട് അതിലേക്ക് ആദ്യം അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് അതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും കൂടെ ഇട്ട് കൂട്ടി യോജിപ്പിച്ച് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി തോരനും റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കറിയുണ്ട്. ഇത് നമ്മൾ മിക്കവാറും വൈകുന്നേരം എടുക്കുള്ളൂ, ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതില്ല വൈകിട്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചതാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനുള്ള കറിയുണ്ട്. അങ്ങനെ അതും റെഡിയാക്കിയൊക്കെ എടുത്തിട്ട് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മുകളിൽ ടെറസിൽ പോയിട്ട് ഞാൻ ഗോതമ്പ് ചിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി നമ്മളിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ അത് ഉണങ്ങത്തില്ല. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്നുകൂടെ പോയിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഏകദേശമൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഗോതമ്പ്. അപ്പം ഞാൻ ഒന്നുകൂടെ ഇളക്കിയിട്ട് കൊടുത്തേച്ച് ഞാൻ പിന്നെ കുറച്ച് സമയം ഞാനും കൂടെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വെയിൽ ഒരുവിധം മങ്ങിയെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാനതെല്ലാം ഒന്ന് വാരി വെച്ചിട്ട് കുരുമുളകും മസാല കൂട്ടൊക്കെ എടുത്തിട്ടുണ്ട്. അടുക്കളയിൽ വന്നിട്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായത് കുരുമുളക് പൊടിച്ചതാണ്. അത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ജാറിൽ തന്നെ ഞാൻ മസാലയും കൂടെ പൊടിച്ച് എടുക്കാൻ പോയാണ്. അപ്പോൾ നമുക്ക് കുരുമുളക് പൊടിച്ചതും മസാലക്കൂട്ട് ഗരം മസാല പൊടിയൊക്കെ തീർന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ അതാണ് ഞാൻ പിന്നെ കുറച്ച് വാങ്ങിച്ചിട്ടത് കഴുകി ഉണക്കിയൊക്കെ എടുത്തത്. അപ്പോൾ മസാലയും കൂടെ പൊടിച്ച് വെക്കാൻ വേണം. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം നമുക്കൊരിടം വരെ പോകാനുണ്ട് കേട്ടോ. നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണത്തിന് കല്യാണം ഇന്നലെയായിരുന്നു കല്യാണം. അപ്പോൾ അതിൻ്റെ റിസപ്ഷൻ വെച്ചിരിക്കുന്നത് ഇവിടെ കണിച്ചുകുളങ്ങര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അതായത് കണിച്ചുകുളങ്ങര അമ്പലത്തിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശം കാണുന്ന ഓഡിറ്റോറിയമാണ്. അങ്ങനെ ഗരം മസാലക്കൂട്ടും പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് കേട്ടോ. അതിൻ്റെ ചൂടുണ്ടാവും, നമ്മൾ പൊടിച്ച ഉടനെ ടിന്നിലിട്ട് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു പാത്രത്തിലാക്കി ഇത് ഇവിടെ വെക്കുകയാണ്.
അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് മേലൊക്കെ കഴുകി റെഡിയായി ഞാനും മക്കളും കൂടെ. ആദ്യം ഞങ്ങൾ അമ്പലത്തിലേക്കാണ് പോയത്. അവിടെ തിരുവാതിരയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. അവരുമായിട്ട് കുറച്ച് സമയം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കൂടി കണ്ടവരൊക്കെ ആയിരുന്നു. അങ്ങനെ ദേ ഇതാണ് ഓഡിറ്റോറിയം. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ മോൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷനും ഇവിടെ തന്നെയായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കല്യാണത്തിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ദേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് സംഭാവനയൊക്കെ കൊടുക്കണമായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ കഴിച്ച് പകുതിയായപ്പോഴാണ് വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ബൈ.